ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ശ്രുതി സാറ്റ്സ്. എല്ലാ പ്രാവശ്യവും ഓണത്തിനും സാധാ സെറ്റ് സാരി വാങ്ങിക്കുന്നു. എന്നിട്ട് ഒന്നില്ലെങ്കിൽ കയ്യിലുള്ള ബ്ലൗസ് ഇടും, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയൊരു ബ്ലൗസ്, ബ്രോക്കേഡ് ബ്ലൗസ് ഒക്കെ അടിച്ചിട്ട് ഇടുന്നു. പക്ഷെ ഇത്തവണ ഓണത്തിന് ഞാൻ വിചാരിച്ചു കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ആർട്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു പരിപാടി, അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഒപ്പിക്കാം എന്ന് വിചാരിച്ചു. ആ മൈൻഡിൽ വന്ന ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് സാരിയിൽ പെയിൻ്റ് അടിക്കാം. വെറൈറ്റി, ഭയങ്കര യൂണീക്ക് അങ്ങനെയൊന്നുമില്ല. സാരിയിൽ പെയിൻ്റ് അടിച്ചിട്ട് ഉടുക്കണം എന്ന് കുറേ കാലത്തൊരാഗ്രഹമാണ്. പക്ഷേ ഒരു പുതിയ സാരീൻ്റെ മുകളിൽ അത് ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ രണ്ട് കൽപ്പിച്ച് അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പേപ്പറിലും ചുമരിലൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും ഡ്രസ്സിൽ പെയിൻ്റ് അടിക്കാൻ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് തുണിയിൽ വരയ്ക്കാൻ പോകുന്നതിൻ്റെ എല്ലാ കൺഫ്യൂഷൻസും എനിക്കിതിൻ്റെ മുകളിലുണ്ട്. എന്താവുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ചെയ്തു നോക്കാം. പഴയ സാരി ആയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാനിത് ഓണം പ്രമാണിച്ചായതുകൊണ്ട് ഒരു പുതിയ സാരി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് സെറ്റ് സാരീൻ്റെ മുകളിൽ വേണമെങ്കിലും ഈ ഒരു സംഭവം ചെയ്തു നോക്കാം. പിൻട്രസ്റ്റിൽ ഞാൻ എപ്പോൾ നോക്കുമ്പോഴും കാണുന്നൊരു ഡിസൈനാണ് ഇത്. ഇൻസ്പയർഡ് ആയിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ കാണിച്ച റെഫറൻസിലുള്ളത് വേറെ പൂവാണ്, പക്ഷെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ഡേസി ഫ്ലവർ പോലത്തെ ഒരു ഫ്ലവറാണ്. ഏത് സൈസിലാണോ നമുക്ക് ഫ്ലവർ വേണ്ടത് അതിനനുസരിച്ച് പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഈ വരയ്ക്കുന്നത് 8 വലിയ പെറ്റൽസ് ഉള്ള ഫ്ലവറാണ്. പക്ഷേക്ക് അത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, പിന്നെ സൈസ് കുറച്ച് ഓവറായ പോലെ തോന്നി. അപ്പോൾ ഞാൻ 12 പെറ്റൽസിൽ ചെറിയ പൂ വരച്ചു. ഇനി ഇത് സാരിയിലേക്ക് ട്രേസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പത്തിന് ഞാൻ കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു പേപ്പറിലേക്ക് ഇതൊന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ്. കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ട്രേസ് ചെയ്യുന്നത്. നമുക്ക് യെല്ലോ കാർബൺ പേപ്പറോ അല്ലെങ്കിൽ ഓറഞ്ച് കാർബൺ പേപ്പറോ ഉണ്ട്, അല്ലെങ്കിൽ വൈറ്റ് കാർബൺ പേപ്പർ ഉണ്ട്. ഇത് ഏത് വേണേലും യൂസ് ചെയ്യാം. സാരീൻ്റെ അകവും പുറമൊക്കെ കൂടെ എനിക്ക് ആകെ കൂടെ കൺഫ്യൂഷനായി. ഇതിപ്പോൾ എവിടെ നിന്ന് വരച്ച് തുടങ്ങണം, എത്ര വരെ വരയ്ക്കണം എന്നൊന്നും ഒരു ഐഡിയ കിട്ടാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഉടുത്തു നോക്കിയപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ നേരത്തെ വരച്ചു വെച്ച ആ ഒരു പാറ്റേൺ നമുക്ക് സാരിയിലേക്ക് ട്രേസ് ചെയ്യാം. 2 രീതിയിലാണ് ചെയ്തത്. ഒന്നൊരു ചെറിയ പേപ്പറിൽ ആ ഒരു പാറ്റേൺ വരച്ച് അടിയിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് സാരീൻ്റെ എവിടെയാണോ വേണ്ട അവിടെ വെച്ച് ട്രേസ് ചെയ്തു. രണ്ടാമത്തത് ഇങ്ങനെ, അതായത് ഒരു പേപ്പറിൽ വരച്ചിട്ട് സാരീൻ്റെ അടിയിൽ വെച്ചിട്ട് ആ ഒരു നിഴലിൽ കൂടെ നമ്മൾ ട്രേസ് ചെയ്തെടുത്തു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ രണ്ടാമത് യൂസ് ചെയ്ത ടെക്നിക്കാണ് എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ടും കുറച്ചും കൂടെ അടിപൊളിയായിട്ടും തോന്നിയത്. അപ്പം ഞാൻ അതാണ് ത്രൂ ഔട്ട് യൂസ് ചെയ്തത്. 6 മീറ്റർ സാരിയിൽ കുത്തിയിരുന്ന് ഈ പ്രിന്റ് ഇടാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല കേട്ടോ. ഇനി നമുക്ക് ആ ഫ്ലവേഴ്സൊക്കെ കളർ ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ കളർ വരുന്നത്. ഈ ഒരു കളറിലാണ് നമ്മൾ ആ ഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ എക്സാക്റ്റ് ഈ ഒരു കളർ പെയിൻറ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ആ കളറായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ നേരിൽ കാണുമ്പോൾ അങ്ങനെയില്ല. ക്യാമറയിൽ കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഈ കളറ്. ഇതിപ്പോൾ ഏതൊക്കെ കളറാണ് മിക്സ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. ആ ടൈമിൽ ആ കളർ കിട്ടാൻ വേണ്ടി ഏതൊക്കെയോ കളർ ഞാൻ മിക്സ് ചെയ്തു. പെറ്റൽസിന് ഈ കാണുന്ന ഒരു പീച്ച് അല്ലെങ്കിൽ ഒരു പിങ്ക് പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡും, ഉള്ളിൽ ആ റൗണ്ട് വരുന്ന ഭാഗത്ത് ഒരു പേസ്റ്റൽ യെല്ലോ പോലത്തെ ഒരു യെല്ലോ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടും നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. എൻ്റെ അതിൽ പേസ്റ്റൽ യെല്ലോ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അതിൽ കൂടെ കുറച്ചും കൂടെ വൈറ്റ് ആഡ് ചെയ്ത് ഒന്നും കൂടെ ലൈറ്റ് ആക്കി എടുത്തു. അത് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി റിങ്ങിൻ്റെ അകത്ത് ഇടണു എന്നൊക്കെ ഉള്ളൂ കേട്ടോ. ശരിക്ക് ഇങ്ങനെയൊന്നും ഇരുന്നാൽ ഇത് തീരൂല. ഓരോ ഫ്ലവറിലും ഈ റിങ് ടൈറ്റ് ചെയ്ത് പെയിൻറ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആദ്യത്തെ ഫ്ലവർ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു ടേബിളിൽ വിരുത്തിയിട്ടിട്ടാണ് ഞാൻ ഇത് പെയിൻറ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ ഈ പെയിൻറ് ചെയ്ത് പോകുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ സ്കെച്ചിടാൻ ഇത്ര എളുപ്പമുണ്ടായിരുന്നില്ല, നല്ല പണിയായിരുന്നു. എന്തായാലും ഇതിൻ്റെ 2 ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ആർക്കായാലും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത്. ഞാനും എക്സൈറ്റഡ് ആണ്. സാരി എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.